ഹായ് ഹലോ വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഇത് ഞാൻ പണ്ട് ഒക്കെ കണ്ടിട്ടുണ്ട്, അതിനുശേഷം ഇപ്പോഴാണിത് കാണുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇടിയപ്പ അച്ചിൻ്റെയൊക്കെ വേറൊരു ടൈപ്പ് കണ്ടോ, അതിൻ്റെ അച്ചുകളാണ് ഇതെല്ലാം. ഇതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ചിലവർ ചുറ്റുമുറുക്കം ഉണ്ടാക്കില്ല, ഇങ്ങനെ കൈ കൊണ്ട് ചുറ്റി. അപ്പോൾ അങ്ങനെ ചുറ്റുന്നതിന് പകരം എല്ലാവർക്കും അത് പറ്റത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഉള്ളൊരു സാധനമാണ് ഇത്. നമ്മളിങ്ങനെ പിടിച്ച് കറക്കുമ്പോഴേക്കും ആ മുറുക്കിൻ്റെ ചുറ്റ് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ചുറ്റി ഇങ്ങനെ ചുറ്റുന്ന ഭാഗം അതിൽ തന്നെ കറങ്ങി കറക്റ്റായി കിട്ടും. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സാധനം വെച്ച് നമുക്കിന്ന് മുറുക്കുണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം വെച്ചാണ് നമ്മൾ ഈ മാവിനെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവാണ് ഇതിന് എടുക്കുന്നത്. ഇടിയപ്പത്തിനുള്ള മാവ് ഇത്രയും മാവ് എടുത്തിട്ടുണ്ട്. അതിലിനി ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ഉപ്പിനെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് വേണം. ചിലവർ എള്ളൊക്കെ ചേർക്കും, ഞാൻ എള്ളൊന്നും ചേർക്കുന്നില്ല. ചിലപ്പോൾ അഥവാ ഇത് മറ്റേ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ചെറിയ ഹോളാണ് ഇതിലുള്ളതൊക്കെ. അപ്പോൾ അഥവാ അതിലൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പണിയാവും. അതുകൊണ്ട് ഞാൻ എള്ള് ചേർക്കുന്നില്ല. മാവും ഉപ്പും മാത്രം വെച്ച് ഉണ്ടാക്കി നോക്കാൻ പോകുന്നു. ഇനി ഇതിലോട്ട് തിളച്ച വെള്ളം, നല്ല തിളച്ച വെള്ളം കുറച്ചായിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് നേരം സ്പൂണിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം നിങ്ങൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം. സ്പൂണിട്ട് ആക്കുമ്പോഴേക്കും കുറച്ച് ചൂടൊന്ന് തണുക്കും. അപ്പം നമുക്ക് കൈക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടേ ഉണ്ടാവുള്ളൂ. ഈ പരുവത്തിന് കിട്ടണം മാവ്. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ആദ്യം ഇങ്ങനെ പീസായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ആദ്യം ഇത് പാം ഓയിലാണ്, നമുക്ക് ഈ വാഴയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ എടുത്ത് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അതിനാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് പൊട്ടാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് തേക്കണം. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഈ അച്ചാണ് എടുക്കാൻ പോകുന്നത് മുറുക്കുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സാധനത്തിലോട്ട് ഇതിൽ പ്ലെയിൻ ഭാഗമുണ്ട്, പിന്നെ മറു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ പ്ലെയിൻ ഭാഗം നമുക്ക് മുകളിൽ അത് ഉള്ളിൽ വരാൻ കണക്കിന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഈ സാധനം ഈ കറക്കേണ്ട സാധനത്തിൽ ഇവിടെയും കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ എടുത്ത് ഇതിനകത്ത് വയ്ക്കാം. കറക്റ്റാവുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ആദ്യമായിട്ടാണിത് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം സാധനം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാഴയിലയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വാഴയിലയിൽ ആദ്യം വെച്ചതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലോട്ടിട്ട് പൊരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ വാഴയിലയിൽ കുറച്ച് എണ്ണ പുരട്ടി നമുക്കിതിലോട്ട് ഒരെണ്ണം ആദ്യം വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം ആവശ്യത്തിന് മാവ് എടുത്ത് ഭാഗത്ത് നിൽക്കാൻ പാകത്തിന് മാവ് കുറച്ചെടുത്ത് ഉള്ളിലോട്ട് കുത്തി വയ്ക്കുക. ഈ അളവിൽ മാവ് വെച്ചിട്ടുണ്ട് ഞാൻ. വരില്ലെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഒന്ന് നോക്കി നോക്കട്ടെ. വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര ടൈറ്റ്. വിചാരിക്കും പോലെയല്ല, നല്ല പാടുണ്ടത് പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും സാധനം വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല, നല്ല പാടുണ്ടത്. ഒരു ചുറ്റുകൂടെ ഇതിൻ്റെ കൂടെ ചുറ്റി കൊടുത്ത് നോക്കാം. അപ്പോൾ നല്ല ടൈറ്റാണ് സാധനം. ഞാൻ വിചാരിച്ച പോലെ ഇത് കറക്കി എടുക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഏതാണ്ട് മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അച്ചിൻ്റെ ഇതുകൊണ്ട് ഒരു ഇലയിൽ കൂടെ എടുത്ത് ഒന്ന് എണ്ണ തേച്ച് വെച്ച് നോക്കാം. ഇത് പ്രസ് ചെയ്ത് മാത്രം എടുത്ത് നോക്കട്ടെ. ഏതാണ്ട് മുറുക്കിൻ്റെ ഷേപ്പിലോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മാവിനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ചൊക്കെ മാവ് മുകളിലോട്ട് കയറുന്നുണ്ട്, അതായിരിക്കും ഇത് ടൈറ്റായി പിടിക്കാനുള്ള കാരണം. അതായത് ഇനി വേറൊരു ഡൈ എടുത്തിട്ട് അതിൽ ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ വലിയ ഹോളുള്ള ഒരെണ്ണമാണ്, ഇതിൽ ചെയ്ത് നോക്കട്ടെ.
കുറച്ചുകൂടെ കൊള്ളാം കേട്ടോ. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് പിഴിഞ്ഞു വരുന്നുണ്ട്. പക്കവിടെ എന്തോ അച്ച് പോലെയാണോ തോന്നുന്നത്. ഇതേപോലെ മുറുകി കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് ഈ മാവിനെ നമുക്ക് അത്രയും ഇതേപോലെ ചെയ്ത് വെച്ച് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഈ അച്ചുകൊണ്ട് ഇതായിരിക്കും, ഈ അച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണിത്. ഇനി അച്ചുകളുണ്ട്, പക്ഷെ മാവ് കൂടുതലായിട്ട് അതിലോട്ട് കറക്കി എടുക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് കയറി ജാമാവുകയാണ്. അപ്പോൾ ഇത് നല്ല സാധനമാണോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് നല്ലൊരു സാധനമല്ല. സംഭവം കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്കി എടുക്കാൻ പറ്റുന്നില്ല. ചില വീഡിയോയിലൊക്കെ അവർ മാവില്ലാതെ കറക്കി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അല്ലാതെ ചില സ്ഥലങ്ങളിൽ അല്ലാതെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര നമ്മൾ വിചാരിക്കും പോലെ അത്ര നന്നായിട്ട് കിട്ടുന്നില്ല. പിന്നെ കുറേ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനം പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടില്ല, ഇത് കണ്ടിട്ടില്ല. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുറേ കിട്ടുന്നുണ്ട്, കുറേ അച്ചുകൾ അതിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഇതേപോലെ സാധനങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ല ഇത് വേണ്ടെന്ന് തോന്നുന്നെങ്കിൽ വാങ്ങണ്ട. മറ്റേ നമ്മൾ വീട്ടിലൊക്കെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴിയായിരുന്നാലും മതി. അപ്പോൾ നമുക്കിതിനൊന്ന് വറുത്തെടുക്കാം. വറുത്ത് കോരി മുറുക്കിൻ്റെ ടേസ്റ്റ് കിട്ടണമുണ്ടോ നോക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ഏതാണ്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിനെ ഓരോന്നായിട്ട് എടുത്തിടാം. ഇതോടെ ആദ്യം ഇതിനെ തന്നെ ഇടാം, എന്താവുമെന്ന് അറിയാൻ പാടില്ല. ഇതേപോലെ വീഴോ അതോ നമുക്കൊന്ന് വന്ന് അപ്പോൾ പൊടിക്ക് ഇതെല്ലാം പൊടിഞ്ഞ് തന്നെ ഇരിക്കണം. അപ്പം മുറുക്ക് പോലെ കറക്റ്റ് ആയില്ല, അത് വിട്ടാണ് വരുന്നത് കുറച്ചായിട്ട്. അത് ആ അച്ഛൻ്റെ ഇത് കൊണ്ടായിരിക്കാനാണ് സാധ്യത. എന്തായാലും നോക്കാം, ഇത്രയും വേഗട്ടെ, വഴിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ സാധനം ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനൊക്കെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സാധനം കൊണ്ടുണ്ടാക്കിയ മുറുക്കുകളാണ്. ഇപ്പം 4 വെറൈറ്റി മുറുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഇത് കുറച്ച് പാടാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മുറുക്കുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കണ്ടോ, ഇത് ഒരെണ്ണം, പിന്നെ 2-3 വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു അച്ചിലുണ്ടാക്കിയതാണ്. ഇത് കണ്ടില്ലേ, ഈ പൊടി പോലെ ഇരിക്കുന്നത്. ഇത് സ്റ്റാറിൻ്റെ പോലത്തെ ഒരു ഡൈ ഉണ്ടായിരുന്നു, അതിലുണ്ടാക്കിയതാണിത്. ഇതാണ് കുറച്ച് കൂടുതലുണ്ടാക്കിയത്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ കാരണം അതിൽ ഒരുപാട് വരുന്നുണ്ട് സാധനം. നമ്മൾ അധികം പ്രസ് ചെയ്യേണ്ടി വരുന്നില്ല, അതുകൊണ്ട് ഒരുപാട് സാധനം വരുന്നുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ളത്, ഇതും കുഴപ്പമില്ല, ഇതിൻ്റെ ഡൈ. അപ്പോൾ നിങ്ങൾക്ക് സാധനം വാങ്ങണമെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ കയറി വാങ്ങിച്ചത് 100-150 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നെ ഈ സാധനം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉണ്ടാക്കിയത്. ഓക്കെ, സൂപ്പർ മുറുക്കാണ്. ഞാൻ ഇതിൽ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ കവർ മാവാണ്, കടയിൽ നിന്ന് വാങ്ങിച്ച കവർ മാവിലാണ് ഈ മുറുക്കുണ്ടാക്കിയത്. പക്ഷേ അല്ലാതെ ആൾക്കാരുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അരി വാങ്ങിച്ച് മില്ലിൽ പൊടിച്ചെടുത്ത മാവിലാണ് കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്നത്. ഈ കടകളിലൊക്കെ കാണുന്ന സാധനം അത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് ഇതിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിലോ അല്ല മറ്റേ നമ്മളെ സേവനാഴിയില്ലേ, അതിലോ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാവ് അങ്ങനെ വാങ്ങിച്ച് പൊടിച്ചെടുക്കുക, അരി വാങ്ങിച്ച് പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിജു. ഗുഡ് ബൈ.